ഓ നമസ്തേ. ദശകം 31, ശ്ലോകം 6. നിസ്സന്ദേഹം ദിതികുലപദോ തുയ്യശേഷാർപ്പണന്ത വ്യാധന്വാനേ മുമുദുർഷയ സാമര പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജ ഉച്ചൈരുച്ചൈരവൃതവധി കൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിതികുലവധോ നിസ്സന്ദേഹം അസുരചക്രവർത്തിയായ മഹാബലി സംശയമില്ലാതെ ത്വയീ തത് അശേഷാർപ്പണം വ്യാതന്വേന അങ്ങയ്ക്ക് സർവസ്വം ദാനം ചെയ്തപ്പോൾ സാമരാഹ ഋഷയ പുഷ്പവർഷം മുമുചു ച ദേവസമൂഹവും മഹർഷിമാരും പുഷ്പവൃഷ്ടി നടത്തി. തവ തദ്ദിതം ദിവ്യം രൂപം വിശ്വഭാജാം പശ്യതാം അങ്ങയുടെ ദിവ്യമായ രൂപം ലോകജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ വിശ്വാണ്ഡഭാണ്ഡം അവധി കൃത്യ ഉച്ചൈ അവൃദ്ധത് ബ്രഹ്മാണ്ഡത്തോളം ഉയർന്നു വളർന്നു. യാതൊരു സംശയവുമില്ലാതെ മഹാവിഷ്ണു ആണെങ്കിൽ ആവട്ടെ എല്ലാം ഞാൻ ദാനം ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തിന് ആ മനസ്സിൽ തോന്നി. മഹാബലിക്ക് യാതൊരു സംശയമില്ലാതെ അസുരചക്രവർത്തിയായ മഹാബലി മഹാവിഷ്ണുവിന് തൻ്റെ സർവസ്വവും ദാനം ചെയ്തപ്പോൾ ദേവഗണങ്ങളും മഹർഷിമാരും പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ അനുമോദിച്ചു. അതുവരെ ശത്രുക്കളായ ദേവന്മാരും ഈ രീതിയിൽ മുഴുവനും മഹാബലി ദാനം ചെയ്തപ്പോൾ മഹാബലിയെ പുകഴ്ത്തി എന്നാണ് പറയുന്നത്. അഹങ്കാരം പൂർണ്ണമായിട്ടും പോയല്ലോ. അപ്പോൾ ശുദ്ധമായ വ്യക്തിത്വം അതാണ് അവർ ആദരിക്കുന്നത്. ബ്രഹ്മചാരി ബാലൻ ലോകത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ബ്രഹ്മാണ്ഡത്തോളം വളർന്നു. 3 അടി മണ്ണ് ദാനം നൽകി എന്നുള്ള അത് ഉറച്ചപ്പോൾ വലിയൊരു രൂപമായി മാറുകയാണ്. ബ്രഹ്മാണ്ഡത്തോളം വളർന്നു എന്ന് പറഞ്ഞാൽ ത്രിവിക്രമരൂപിയായി ഏറ്റവും ചെറിയ രൂപത്തിലുള്ള മൂർത്തി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു രൂപമായി. അതിനാണ് ത്രിവിക്രമരൂപം എന്ന് പറയുന്നത്. അടുത്തത് ശ്ലോകം 7. തുത്പാദാഗ്രം നിജപദ ഗതം പുണ്ഡിരിൽ ഭവോസോ പുണ്ഡിതോയസിജതപുനാദ്യജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനൃതേ ഗേജരയുത്സവേസ്മിൻ ഭീരിനിഘ്നൻ ഭുവനമജര ജാംബവാൻ ഭക്തിശാലിം. അസോ പുണ്ഡരീകോദ്ഭവ നിജപദഗതം ത്വത്പാദാഗ്രം കുണ്ഠിതോയൈ അസിജത്. ബ്രഹ്മാവ് തൻ്റെ ജീവിതത്തിലെത്തിയ അങ്ങയുടെ തൃക്കാലിൻ്റെ മുൻഭാഗത്ത് കിണ്ടിയിലെ ജലം കൊണ്ട് കഴുകി. യജ്ജലം വിശ്വലോകാൻ അപുനാദ് ആ ജലമാണ് എല്ലാ ലോകങ്ങളെയും പവിത്രമാക്കിയത്. ഹർഷോത്കർഷാത് ഖേജരൈ സുബഹു നന്യുതേ വർദ്ധിച്ച സന്തോഷത്തോടെ ദേവഗന്ധർവാദികൾ നൃത്തം വെച്ചു. അസ്മിൻ ഉത്സവേ ഭക്തിശാലി ജാംബവാൻ ഭേരിം നിഘ്നൻ ഭുവനം അചരത്. ഈ മഹോത്സവത്തിൽ ഭക്തോത്തമനായ ജാംബവാൻ പെരുമ്പറയടിച്ച് ലോകം മുഴുവനും സഞ്ചരിച്ചു. വിശ്വരൂപത്തോടെ ത്രിവിക്രമനായ മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ സത്യലോകത്തോളം 14 ലോകം അതിലേറ്റവും മുകളിൽ സത്യലോകമാണ്, അവിടം വരെ വളർന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ലോകത്തെത്തിയ മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങൾ ബ്രഹ്മാവ് കിണ്ടിയിലെ ജലം കൊണ്ട് കഴുകി. ത്രിവിക്രമസ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ കഴുകിയ തീർത്ഥജലമാണ് ആകാശഗംഗ എന്ന പേരിൽ പവിത്രമായത്. ഈ പവിത്ര ഗംഗയാണ് എല്ലാ ലോകങ്ങളെയും പവിത്രമാക്കിയത്. ഭഗീരഥ രാജാവാണ് പിതൃക്കളുടെ മോക്ഷത്തിനായി ആകാശഗംഗയെ ഭാരതത്തിലെത്തിച്ചത്. അളകനന്ദ, മന്ദാകിനി, ഭാഗീരഥി തുടങ്ങിയ പേരുകളാൽ ഹിമാലയ പർവ്വതത്തിൽ നിന്നൊഴുകി ഭാരതത്തിലൊഴുകുന്ന ഗംഗാനദി വിഷ്ണുപാദത്തിൽ നിന്ന് പ്രവഹിച്ച ആകാശഗംഗയാണ്. ഭഗവാന്റെ ഈ 3 അടി കിട്ടിയ ഉടനെ തന്നെ തൻ്റെ ഇടതേ കാലങ്ങൾ ഉയർത്തി എന്നാണ് പറയുന്നത്. സ്വർഗത്തെ അളക്കാനായിട്ട് കാലുയർത്തിയപ്പോൾ ആ പാദത്തിൻ്റെ പെരുവിരലിൻ്റെ അറ്റം തട്ടി ബ്രഹ്മാണ്ഡത്തിൻ്റെ അവിടെ ഒരു കീറൽ ഉണ്ടായി. അവിടുന്ന് ഒരു ജലം ഒഴുകാൻ തുടങ്ങി. ആ ജലമാണ് ഏറ്റവും പവിത്രമായ ആകാശഗംഗ. ആ ആകാശഗംഗയാണ് പിന്നീട് ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവ് തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനായിട്ട്
ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചു, ഭാരതത്തിലേക്ക് കൊണ്ടുവരണം നിശ്ചയിച്ചു. അതിന് പരമശിവനെ തപസ് ചെയ്തു. പരമശിവൻ്റെ അനുഗ്രഹത്താൽ ആ ആകാശഗംഗ തൻ്റെ ജടയിലേക്ക് ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പരമശിവൻ, കൈലാസവാസിയായ പരമശിവൻ്റെ ജടയിലേക്ക് ആകാശഗംഗ പതിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഹിമാലയ പർവ്വതത്തിലൂടെ ഈ അളകനന്ദ എന്ന പേരിലും മന്ദാകിനി എന്ന പേരിലും ഭാഗീരഥി എന്ന പേരിലും ഗംഗ ഒഴുകി തുടങ്ങിയത്. അപ്പോൾ വാമനമൂർത്തിയുടെ ഇടതുകാലിൻ്റെ പെരുവിരലിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചത്. അപ്പോൾ വാമനമൂർത്തിയുടെ ആ ശക്തി എന്താണ്, പവിത്രത എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാം ശുദ്ധമാക്കുന്നത് ഏതാണ്? ഗംഗയാണ്. ആ ഗംഗ എവിടെ നിന്ന് ഉത്ഭവിച്ചു? ഭഗവാന്റെ വാമനമൂർത്തിയുടെ പാദത്തിൽ നിന്നാണ്. അപ്പോൾ മഹത്വം ഭഗവാന്റെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് എന്നർത്ഥം. മഹാവിഷ്ണു സത്യലോകത്തോളം വ്യാപിച്ച് സന്തുഷ്ടരായ ദേവന്മാരും ഗന്ധർവന്മാരും നൃത്തം വെച്ചു. ഭഗവാന്റെ ഉത്തമ ഭക്തനും ബ്രഹ്മാവിൻ്റെ മകനുമായ ജാമ്പവാൻ പെരുമ്പറ അടിച്ച് ലോകം മുഴുവനും സഞ്ചരിച്ചു. അങ്ങനെ ആ ഒരു ഗംഗയും കൂടി ഈ വാമനാവതാര കാലത്ത് ഉണ്ടായി നമുക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗംഗയ്ക്ക് മറ്റൊരു പേരും കിട്ടി, ഭഗവത്പതി, ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ, വിഷ്ണുപതി, വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ എന്ന് ഗംഗാനദിക്ക് പേര് ലഭിച്ചു. 8. ശ്ലോകം 8. താവദ്ദൈത്യാസ്തനുമതിമൃതേ ഭർതൃരാരബ്ധയുദ്ധ ദേവോപേദേ ഭവതനുചരേ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിദാസ്മാം കിം വോ യുദ്ധേ ഇതി ബലിഗിരാ തേദപാതാളമാഭൂ. ദേവാ താവത് ദൈത്യാഹാതു ഭർത്തൃ അനുമതിയും ഹൃദയ ആരബ്ധയുദ്ധാഹ. ഗുരുവായൂരപ്പ, അസുരന്മാർ തന്നെ രക്ഷകനായ മഹാബലിയുടെ അനുവാദം കൂടാതെ ഉപേദൈ ഭഗവതനുചരൈ സംഗതാഹ ഭംഗം ആപൻ അപ്രതീക്ഷിതമായി വന്ന അങ്ങയുടെ അനുചരന്മാരോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. കാലാത്മാ അയം പുരത വസതി. കാലസ്വരൂപനായ ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്നത്. യദ്വശാത് പ്രാഗ്ജിദാസ്മ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മുമ്പ് നാം ജയിച്ചത്. വഹായുദ്ധൈക്യം വിധി ബലിഗിരാതെ അധ പാതാളം അവോ. നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് എന്ത് ഫലമാണ് ലഭിച്ചത് എന്ന മഹാബലിയുടെ വാക്കുകൾ കേട്ട് അസുരന്മാർ ഉടനെ പാതാളത്തിലേക്ക് പോയി. അസുരന്മാർ മഹാബലിയുടെ സമ്മതമില്ലാതെ ദേവന്മാരോട് യുദ്ധം ചെയ്തു എന്നാണ്. മഹാബലി പറഞ്ഞിട്ടല്ല അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തത്. അവിടെ ആ സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി അവിടെ എത്തിയ ഭഗവാന്റെ അനുചരന്മാരോട് ഏറ്റുമുട്ടി. ആ യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അത്രയും കാലം അസുരന്മാർ ജയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഇവിടെ ഭഗവാനോട് യുദ്ധത്തിനായി വന്നപ്പോൾ അവർ തോൽമ സമ്മതിക്കേണ്ടി വന്നു. മഹാബലി പരാജയപ്പെട്ട തൻ്റെ സൈന്യത്തെ നോക്കി പറഞ്ഞു, കാലസ്വരൂപനായ ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പണ്ട് നാം ജയിച്ചത്. നിങ്ങളിപ്പോൾ ദേവന്മാരുമായി യുദ്ധം ചെയ്തിട്ട് എന്താണ് പ്രയോജനം ഉണ്ടായത്? മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ജയിക്കില്ല. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്, ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇത് കേട്ടപ്പോൾ അസുരന്മാർ പാതാളത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ശ്ലോകം 9. പാശീബന്ധം പതകപദിനാ ദൈത്യമുച്ചേരവാധേ സ്ഥാത്തീകം ദിശ മമ പഥം കിം ന വിശ്വേശ്വരോസി പാദം മോത്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. പതകപതിനാ പാശയെ ബന്ധം. പക്ഷികളുടെ നാഥനായ ഗരുഡൻ വരുണപാശത്താൽ ബന്ധിച്ചു. നിത്യം ഉച്ചയാവാതി. അസുരനായ മഹാബലിയോട് അങ്ങ് ഉച്ചത്തിൽ പറഞ്ഞു, താർത്തീയകീം പദം മമ ദിശ വിശ്വേശ്വര കിം നാസി. മൂന്നാമത്തെ കാലടി വെക്കാനുള്ള സ്ഥലം എനിക്ക് നൽകുക. നീ ലോകനാഥനല്ലേ? ഭഗവൻ പാദം മൂർധനി പ്രണയ. ഭഗവാനെ തൃക്കാലടി തലയിൽ വെച്ചാലും ഇതി അകമ്പം വദന്തം തം മാനയൻ പ്രഹ്ലാദ സ്വയം ഉപഗത ത്വം അസ്തവിത് എന്ന് നിർഭയനായി പറഞ്ഞ മഹാബലിയെ മാനിച്ച് പ്രഹ്ലാദൻ സ്വയം വന്ന് അങ്ങയെ സ്തുതിച്ചു. അദ്ദേഹം 3 അടി ആണല്ലോ ചോദിച്ചത്. ആ 3 അടി 2 അടിയിൽ സ്വർഗം ഭൂമി പാതാളമൊക്കെ അളന്നു കഴിഞ്ഞു. 3-ാമത്തെ അടി ഉയർത്തി ഇതെവിടെ ആണ് അളക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഈ സമയത്ത് ഒന്നും പറയാനില്ല, തനിക്കിനി ഒന്നും തരാനുമില്ല, എല്ലാം അങ്ങ് എടുത്തു കഴിഞ്ഞു.
അപ്പോഴെന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ മനസ്സറിഞ്ഞ് ഗരുഡൻ വരുണപാശത്താൽ മഹാബലിയെ ബന്ധനസ്ഥനാക്കി. തൻ്റെ മുമ്പിൽ വിഷമിച്ച് നിൽക്കുന്ന മഹാബലിയെ നോക്കി ഭഗവാൻ ഉച്ചത്തിൽ ചോദിച്ചു, 3 അടി ഭൂമി തരാമെന്നല്ലേ പറഞ്ഞത്? 2 അടി അളന്നു കഴിഞ്ഞു. 3-ാമത്തെ അടി വെക്കാനുള്ള സ്ഥലം നൽകുക. 3 ലോകത്തിൻ്റെയും അധിപനാണല്ലോ താൻ എന്ന് ഒരു പരിഹാസം അതിൽ അടങ്ങിയിട്ടുണ്ട് വാമനമൂർത്തി. ദുഃഖിതനായ മഹാബലി തൻ്റെ ശിരസ് താഴ്ത്തി ഭഗവാന്റെ തൃക്കാലടി തൻ്റെ തലയിൽ വെക്കുവാൻ അപേക്ഷിച്ചു. ആ ഉയർത്തിയ കാലാണല്ലോ, അതെനി എൻ്റെ തലയിൽ വെച്ച് ഇതേ എനിക്കുള്ളൂ, ബാക്കി എൻ്റെ ശരീരമുള്ളൂ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലെന്നുള്ളത്. പൗത്രനായ മഹാബലിയുടെ സത്യനിഷ്ഠ കണ്ട് മാനിച്ച പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചു. അവിടെ പ്രഹ്ലാദനുണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛനാണല്ലോ മഹാബലിയുടെ പ്രഹ്ലാദൻ. അപ്പോൾ തൻ്റെ പൗത്രൻ്റെ ഇത് കണ്ടപ്പോൾ ഉടനെ അവിടെ വന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അടുത്ത് ശ്ലോകം 10. ദർപ്പോചിത്തേ വിഹതമഖിലം ദൈത്യസിദ്ധോസി പുണ്യേ ലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവത്വം ജപശ്ചാത് മത്സായുജ്യം ഭജ ച പുനർ ഇത്യന്ന ഗൃഹ്ണാ ബലിം തം വിപ്രേ സന്ധാനിതമഘവര പാഹി വാതാലയേശ. ഈ ദശകം ഉപസംഹരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. വിഹിതം അഖിലം ദർപ്പോച്ഛിത്യൈ, ചെയ്ത കാര്യങ്ങളെല്ലാം അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. ദൈത്യ പുണ്യൈ സിദ്ധ അസി, അസുരശ്രേഷ്ഠനായ താൻ ചെയ്ത പുണ്യകർമ്മങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും നേടിയവനായിരിക്കുന്നു. ത്രിദിവ വിജയീ ലോകേ ലോകഃ തേ അസ്തു, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ലഭിക്കട്ടെ. പശ്ചാത് വാസവത്വം ച, പിന്നീട് ദേവേന്ദ്ര പദവി നിനക്ക് ലഭിക്കട്ടെ. പുനഃ മത്സ്യായുജ്യം ജപജ, അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിക്കുക. ഇതിദം ബലിയും അന്വഗ്രഹണ, എന്നിപ്രകാരം അങ്ങ് മഹാബലിയെ അനുഗ്രഹിച്ചു. വാതാലയേശ വിപ്രേ സന്ധാരിതമഹവര പാഹി, ഗുരുവായൂർ പുരേശ, ശുക്രാദികളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ കൊണ്ട് മഹാബലിയുടെ യാഗാദി കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ഭഗവാനെ എന്നെ രക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ബന്ധനസ്ഥനായി ദൈന്യഭാവത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാബലിയോട് ഭഗവാൻ പറഞ്ഞത്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തൻ്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ്. നിനക്ക് ഭയങ്കരമായ അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷയൊക്കെ ഇവിടെ നടത്തിയത്. അസുരന്മാരിൽ ശ്രേഷ്ഠനായ താൻ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് എല്ലാ സിദ്ധികളും കൈവന്നിരിക്കുന്നു. താൻ ആഗ്രഹിച്ചതെല്ലാം തനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വാമനമൂർത്തി 3 വരങ്ങളാണ് തൻ്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്ന മഹാബലിക്ക് നൽകി. ഇവിടെ മലയാളികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓണാഘോഷത്തിൻ്റെ കഥകൾ പറയുമ്പോൾ എപ്പോഴും വാമനമൂർത്തി മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിൽ താഴ്ത്തി എന്ന് പറഞ്ഞ് അപമാനിക്കുകയായിരുന്നു വാമനമൂർത്തി. പക്ഷെ അതാണോ നടന്നത് എന്നുള്ളത് ഈ ശ്ലോകത്തിലൂടെ ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഭക്തന്മാരൊക്കെ ശ്രദ്ധിക്കണം. അടുത്ത തവണ ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഈ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. എന്താണ്? 3 വരം ഭഗവാൻ നൽകി. ചവിട്ടിയിട്ടില്ല, താഴ്ത്തിയിട്ടില്ല. എന്താണ് 3 വരം? 1-ാമത്തെ വരം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം, അതായത് സുതലം നിനക്ക് ലഭിക്കട്ടെ എന്നാണ്. ഭൂമിക്കടിയിൽ 3-ാമത്തെ ലോകമുണ്ട്, അത് സ്വർഗത്തേക്കാൾ മനോഹരമാണ്, അവിടെ താമസിച്ചോളും. 2-ാമത്തെ വരം ദേവേന്ദ്ര പദവിയും ലഭിക്കട്ടെ. അടുത്ത സാവർണ്യ മന്വന്തരത്തിൽ ഇന്ദ്രൻ മഹാബലിയാണ്, അവിടെ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്, ഉയർത്തുകയാണ് ചെയ്യുന്നത്. 3-ാമത്തെ വരം സായുജ്യമുക്തി ലഭിക്കട്ടെ. ഏറ്റവും വലിയ ഉയരത്തിലേക്ക് തൻ്റെ ഭക്തനെ എത്തിക്കുകയാണ്. ഭഗവാൻ വിഷ്ണുവിൽ ലയിക്കുക എന്നതാണ് സായുജ്യമുക്തി. 4-ാമത്തേത് വരമല്ലെങ്കിലും വലിയൊരു അനുഗ്രഹമാണ് വാമനമൂർത്തി നൽകിയത്. ദേവേന്ദ്ര പദവി ലഭിക്കുന്നത് വരെ, കാരണം അവിടുത്തെ മന്വന്തരം വരണമല്ലോ. ഇപ്പോൾ വൈവസ്വത മന്വന്തരത്തിലാണുള്ളത്. ഇപ്പോൾ പുരന്ദരനാണ് ഇപ്പോൾ ദേവേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കാലം കഴിയും, ഈ മന്വന്തരം കഴിയുമ്പോൾ. പിന്നെ സാവർണ്യ മന്വന്തരം തുടങ്ങും, അപ്പോഴേ പുതിയ ദേവേന്ദ്രൻ വരും. ആ ദേവേന്ദ്രനായിട്ടാണ് ഭഗവാൻ മഹാബലി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ കാലം കാത്തിരിക്കണം. അപ്പോൾ സാന്ദർഭികമായി ഒരു പ്രധാന കാര്യം ഭാഗവതാചാര്യൻ കൂടിയായ വ്യാഖ്യാതാവിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. ഇവിടെ ആ 3 വരവും കൊടുത്തതിന് ശേഷം ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, ഇനി കുറേ കാലം കാത്തിരിക്കണമല്ലോ ആ നിയുക്തനായ താൻ ദേവേന്ദ്രനാകാൻ.
അതുവരെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ പലർക്കും അസൂയുണ്ടാവും. അവരൊക്കെ ആഗ്രഹിച്ചൊരു പോസ്റ്റാണല്ലോ ദേവേന്ദ്ര പദവി. അപ്പോൾ പലരും തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് താൻ സുതലത്തിലുള്ള തൻ്റെ മന്ദിരത്തിൻ്റെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇന്നും മഹാബലിയുടെ ബോഡി ഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രക്ഷകനായി സെക്യൂരിറ്റിയായി വാമനമൂർത്തി സേവനം ചെയ്യുന്നു. ആ വാമനമൂർത്തിയാണ് മലയാളികൾ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ച് വാമന ജയന്തി ദിവസം മഹാബലിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ഓണാഘോഷത്തെ അട്ടിമറിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്തന്മാർ. സാന്ദർഭികമായൊരു പ്രധാന കാര്യം ഭാഗവതാചാര്യൻ കൂടിയായ, അത് എൻ്റെ അഭിപ്രായമാണ്, രേഖപ്പെടുത്തട്ടെ. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് കേരളത്തിൽ പരക്കെ പ്രചരിച്ചു കാണുന്ന കഥ. പാഠപുസ്തകങ്ങളിൽ വരെ ഈ അസത്യം ഒരു കാലത്ത് ഉൾക്കൊള്ളിച്ചിരുന്നു. ആ കാരണത്താൽ കേരളീയർ വാമനമൂർത്തിയുടെ അവതാര ദിവസത്തെ തമസ്കരിച്ച് മഹാബലിക്ക് പ്രധാന സ്ഥാനം നൽകി. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓണം ആഘോഷിച്ചു വരുന്നത്. ഭാഗവതം മൂലത്തിൽ പോലും വാമനമൂർത്തി മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയായ പരാമർശമില്ല. വിഷ്ണുഭക്തനായ മഹാബലിയുടെ സാമ്രാജ്യത്വ മോഹം, അതായത് ഭൂമിയെയും ദേവലോകത്തെയും മഹാബലി തൻ്റെ അധീനത്തിലാക്കിയതാണ് ഈ സാമ്രാജ്യത്വ മോഹം. മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ച് ഭൂമിയെ മനുഷ്യർക്കും ദേവലോകം ദേവന്മാർക്കും മഹാബലിയിൽ നിന്ന് പിടിച്ചെടുത്ത് തിരിച്ചു നൽകി. നമുക്ക് ഈ ഭൂമി അസുരന്മാരുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു തന്നത് വാമനമൂർത്തിയാണ്. മനുഷ്യരാണ് ഇവിടെ ഭരിക്കേണ്ടത്. അതുപോലെ ദേവലോകം ദേവന്മാർക്കുള്ളതാണ്, അസുരന്മാർക്കാണ് പാതാളം എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല മഹാബലി അടുത്ത മന്വന്തരത്തിൽ ദേവേന്ദ്രനായി നാമനിർദ്ദേശം ഭഗവാൻ ചെയ്തു. ഒരു അസുരനെ ദേവന്മാരുടെ രാജാവാക്കി അവരോധിക്കുക എന്ന മഹത്തരവും വിപ്ലവകരവുമായ കർമ്മം ചെയ്ത വാമനമൂർത്തിയെ അനുമോദിക്കുന്നതിന് പകരം വാമനമൂർത്തി മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന കള്ളപ്രചരണം, കള്ളക്കഥ പ്രചരിപ്പിച്ച് ഓണാഘോഷത്തെ പലരും അസുരാഘോഷമാക്കുകയാണ്. നാരായണീയം, ഭാഗവതം എന്നീ മഹത് ഗ്രന്ഥങ്ങൾ പതിവായി പാരായണം ചെയ്യുന്നവർക്ക് സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം എല്ലാവരും വാമന ജയന്തിയായി ആചരിക്കേണ്ടതാണ്. വാമനമൂർത്തിയുടെ പ്രീതിക്കായി എല്ലാവരും ആ ദിവസം സസ്യാഹാരം മാത്രം കഴിക്കേണ്ടതാണ്. നാരായണീയ പാരായണം ചെയ്യുന്നവർ ഈ വസ്തുത ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. വലിയൊരു സന്ദേശം ഭാഗവതത്തിലുള്ള അതേപോലെ തന്നെയാണ് പട്ടതിരിപ്പാട് നാരായണത്തിരിപ്പാട്. നാരായണം വായിക്കുന്നവർ മുഴുവനും അടുത്ത ഓണത്തിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാബലിയല്ല, വാമനമൂർത്തിയാണെന്ന് അവതരിച്ചിരിക്കുന്ന അദ്ദേഹത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്തേ.